ഉമേഷ്, നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയം ലഹരി വ്യാപനം തന്നെയാണ്. അതിൻ്റെ ചർച്ചകൾ സജീവമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ 2015 ഈ കേസിന് വളരെ നിർണായകമായൊരു സ്ഥാനം ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. UDF സർക്കാരിൻ്റെ ഭരണകാലത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം, പോലീസിൻ്റെ വീഴ്ച എന്നതുകൊണ്ട് മാത്രം ഒരു കേസിൻ്റെ നിർണായക വിധി ഉണ്ടാകുന്നു, അതിൽ കോടതിയുടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. പോലീസിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് ചെറുതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള 5 പ്രതികളെ കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തിയിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച. കൊക്കൈൻ്റെ ഘടകങ്ങൾ വേർതിരിച്ചുള്ള പരിശോധന നടത്തിയില്ല എന്നിങ്ങനെ ആദ്യഘട്ടം മുതൽ, കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ പരാജയപ്പെട്ട ഒരു കേസാണ് കോടതിയിൽ ഈ ഏറ്റവും ഒടുവിൽ വിധി വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ ഇത് എത്ര കണ്ട് പ്രതിരോധത്തിലാക്കുന്നുണ്ട്? അന്ന, ഈ മയക്കുമരുന്ന് കേസിൽ ഇപ്പോൾ എങ്ങനെയാണ് ആ കേസിനെ കൈകാര്യം ചെയ്തു വരുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രതികളെ വളരെ കൃത്യമായി കണ്ടെത്തുന്നു, അവരിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നു, അത് കണ്ടെത്തുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ ഹാജരാക്കുന്നു, കുറ്റവിചാരണ നടത്തി അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെയുള്ള നടപടികൾ വളരെ ജാഗ്രതയോടെ, അത് പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും അത് ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മളത് കാണുന്നുണ്ട്. പക്ഷേ 10 വർഷം മുൻപ് ഇതായിരുന്നില്ല സാഹചര്യം എന്നാണ് ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട ലഹരി കേസിലെ നടപടികൾ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അല്പം മുമ്പ് നമ്മൾ കണ്ടതും അതാണ്. 2015 ജനുവരി 30 ഈ സംഭവം ഉണ്ടാകുന്നത്. അതിലൊരു പ്രത്യേകത, ഈ കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കൊക്കൈൻ കേസ് കൂടിയാണിത്. അതിൽ ഉൾപ്പെട്ടതാകട്ടെ പ്രമുഖ നടനായ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 5 പേർ അതിൽ പ്രതികളായി അന്ന് കണ്ടെത്തുകയാണ്. ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് 7 ഗ്രാം കൊക്കൈൻ കണ്ടെടുത്തു എന്നുള്ളതായിരുന്നു കേസ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടുള്ള നടപടികൾ അത് പരിശോധിക്കുമ്പോഴാണ്, അതിപ്പോൾ ഇവരെ മുഴുവൻ 5 പേരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ആ വിധി, അതിൻ്റെ പകർപ്പ് പരിശോധിക്കുമ്പോഴാണ് എത്രമാത്രം വീഴ്ച ആ കേസ് കൈകാര്യം ചെയ്തതിൽ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാകുന്നത്. അത് കോടതി തന്നെ അത് അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. നമ്മളിപ്പോൾ വാർത്തയിൽ കണ്ടു, ഈ കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന വസ്തുവാണ് പിടിച്ചെടുത്തത്. അങ്ങനെ വരുമ്പോൾ ഈ ഹൈഡ്രോക്ലോറൈഡ് വേർതിരിച്ച് അത് ഫോറൻസിക് ലാബിലെത്തിച്ച് കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അവിടെ നിന്ന് കണ്ടെടുത്തത് ഈ കൊക്കൈനാണ് എന്ന് ഉറപ്പിക്കേണ്ട ഒരു ബാധ്യത ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി. ഒപ്പം ഈ പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് തെളിയിക്കണം. അത് തെളിയിക്കുന്നതിലും വലിയ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ രക്തസാമ്പിളൊക്കെ പരിശോധിച്ച് അത് കൃത്യമായി തെളിയിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി. ഇനി ഇത് പ്രതികളിൽ നിന്ന് തന്നെയാണോ ഇത് കണ്ടെടുത്തത് എന്ന് തെളിയിക്കുന്നതിലും വീഴ്ചയുണ്ടായി എന്നാണ് കോടതി പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ സെർച്ച് മെമ്മോ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതാണ്. അതിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഇവരുടെ ദേഹപരിശോധന അത് വളരെ പ്രധാനമാണ്. ഈ ഷൈൻ ടോം ചാക്കോ കൂടാതെ മറ്റ് 5 പേർ സ്ത്രീകളാണ്, യുവതികളാണ്. അവരുടെ ദേഹപരിശോധന നടത്തിയത് വനിതാ പോലീസാണ്. പക്ഷേ ആ പരിശോധന നടത്തുമ്പോൾ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ വേണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായില്ല. മാത്രമല്ല, അവിടെ ഒരു പുരുഷ ഗസറ്റഡ് ഓഫീസറാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും വനിതകളെ പരിശോധിക്കുമ്പോൾ ഒരു പുരുഷൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. പുരുഷ ഓഫീസർ അവിടെ നിൽക്കുന്നത് നിയമത്തിന് അത് നിയമപരമല്ല. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിലും വലിയ വീഴ്ച ഉണ്ടാകുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ, എന്തൊക്കെയാണോ ഒരു മയക്കുമരുന്ന് കേസ് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടത്, അതെല്ലാം ശേഖരിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് പ്രോസിക്യൂഷൻ എന്നാണ് വിചാരണ കോടതി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ അത്ഭുതപ്പെടാനില്ല. 5 പേർ പ്രതികളായ കേസിൽ 5 പേരെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവുണ്ടാകുന്നു. ഇതിലൊരു രാഷ്ട്രീയമായി അതിനെ നോക്കിക്കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം, അന്ന് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് UDFിലെ പ്രമുഖനായ രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ കൊക്കൈൻ കേസ് UDF ഭരണകാലത്താണ് അത് ഉണ്ടാകുന്നത്. അങ്ങനെ അത് ഉണ്ടായിട്ടും അതിനെ എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത് എന്നത് വളരെ പ്രകടമാകുന്നു, വളരെ സ്പഷ്ടമാകുന്നു. ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതൊരു പ്രമുഖ നടൻ ഉൾപ്പെട്ട പ്രമാദമായ ഒരു കേസായിട്ട് കൂടി
അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതാണ് അപ്പോൾ അക്കാലത്ത് അതല്ലാതെ എത്രത്തോളം ലഹരി കേസുകൾ ഈ തരത്തിൽ അതെ ഉമേഷ്, അങ്ങനെ തന്നെയാണ്. കാരണം മാധ്യമ ശ്രദ്ധ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു കേസാണ് ഷൈൻ ടോം ചാക്കോയുടെ. ഷൈൻ ടോം അന്ന് ഇന്ന് കാണുന്ന വിധത്തിലുള്ള വളരെ പ്രശസ്തിയാർജിച്ച ഒരു നടനായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എങ്കിൽ കൂടെയും വളരെ ശ്രദ്ധ ആകർഷിക്കുന്നു, വലിയ വാർത്തകളാകുന്നു എന്നതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്ത് സംഭവിച്ച ഈ കേസ് ഇപ്പോഴും കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ട്. അതിന് കാരണം അതിനുശേഷം വന്നിട്ടുള്ള ലഹരി കേസുകൾ എന്നത് തന്നെയാണ്. ഇത്രയും വലിയ ഒരു കേസിൽ പോലീസിന്റെ നടപടി ഇത്രയായിരുന്നുവെങ്കിൽ, ഇത്രയധികം വീഴ്ച ഒരു കേസിൽ മാത്രം വരുത്തിയിട്ടുണ്ട് എങ്കിൽ, മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടാതിരുന്ന കേസുകൾ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നതാണല്ലോ ചോദ്യം. അതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഈ ലഹരി കേസുകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് പലപ്പോഴും സംസ്ഥാന സർക്കാരിനടക്കം വിമർശിക്കാറൊക്കെയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായ ഒരു ലഹരി കേസാണ് എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യത്തെ കൊക്കൈൻ കേസാണ് എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. 7 ഗ്രാം കൊക്കൈൻ ഈ പ്രമുഖ നടൻ ഉൾപ്പെടെ 5 പേർ ഉണ്ടായിരുന്ന ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടും അത് തെളിയിക്കാനോ അതിൽ കുറ്റക്കാരാണ് എന്ന് പോലീസ് കണ്ടെത്തിയവർക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാനോ കഴിയാതെ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് കാരണവും വ്യക്തമാണ്. അത് കോടതി തന്നെ വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ഏറെ ലാഘവത്തോടെ ഇത് കൈകാര്യം ചെയ്തു. ഈ പ്രതികൾ ഈ കൊക്കൈൻ ഉപയോഗിച്ചു, അവരിൽ നിന്ന് ഈ കൊക്കൈൻ കണ്ടെടുത്തു എന്നതിന് ഒരു തെളിവുമില്ല എന്നാണ് കോടതി കാണുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഈ കേസ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ തെളിയിക്കാൻ പോലും അന്നത്തെ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളിലാണ് വലിയ വീഴ്ച അന്വേഷണ സംഘത്തിനുണ്ടായത്. ഇവരെ പിടികൂടുമ്പോൾ ഇവരിൽ നിന്ന് ഈ കൊക്കൈൻ കണ്ടെടുത്തു എന്ന് വരുമ്പോൾ അപ്പോൾ തന്നെ ഈ പ്രതികളിൽ നിന്ന് ഈ സാമ്പിൾ ശേഖരിക്കണം, രക്തപരിശോധന അടക്കം നടത്തേണ്ടതാണ്. പ്രതികളെ ദേഹപരിശോധന നടത്തുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതാണ്. വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല ഇതിൽ നിന്ന് ഈ ഘടകങ്ങൾ വേർതിരിച്ച് അത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതാണ്. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ അന്ന് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും അന്ന് ചെയ്തില്ല. സ്വാഭാവികമായും പിന്നീട് എത്ര വർഷമെടുത്ത് വിചാരണ പൂർത്തിയാക്കിയാലും ഇത് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഇത്രയും കാലം നീണ്ടു നിന്നിട്ട് ഒരു വിധി വരുമ്പോൾ പോലും അത് പ്രതികൂലമാകാൻ ഇടയായ സാഹചര്യമാണ് ഈ വ്യക്തമാകുന്നത്. 2015 ഇത് സംഭവിച്ച് 2018 വിചാരണയിലേക്ക് കടക്കുന്നത്. ആ വിചാരണയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതൊരു പഴുതടച്ച കുറ്റപത്രം ഉണ്ടാകണമായിരുന്നു. ആ കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ അതിലുണ്ടാകണമായിരുന്നു. അതിലെ മൊഴികൾ ശക്തമാകണമായിരുന്നു. ഇതൊന്നും തന്നെ ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം തുടർ നടപടികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2018 ഇങ്ങനെ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയിലേക്ക് കടന്ന് വർഷങ്ങളോളം ഇതിൻ്റെ വിചാരണയൊക്കെ പൂർത്തിയാക്കി ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതിൻ്റെ വിധി വന്നത്. 2025 ഫെബ്രുവരിയിലാണ് ആ വിധി വരുന്നത്. ആ വിധിയിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടൊരു വിധി വരുമ്പോൾ സ്വാഭാവികമായും അത് തുടക്കത്തിൽ സംഭവിച്ച വലിയ വീഴ്ച തന്നെയാണ് ഇത്തരം ഒരു വിധിയിലേക്ക് നയിച്ചത്. അതിന് ഉത്തരവാദികൾ അന്നത്തെ ഇതിന് നേതൃത്വം നൽകിയ, ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകിയ അന്നത്തെ മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ഇത് കൈകാര്യം ചെയ്ത അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അതുതന്നെയാണ് ഇപ്പോൾ UDFനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തുന്നതും ഈ വിമർശനങ്ങൾ തന്നെയാണ്. അതെ, UDFനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് അന്നത്തെ പോലീസിന്റെ ഇടപെടലുകൾ തന്നെയാണ് ഉമേഷ്. കാരണം ഇത്രയും വിഖ്യാതമായ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് എത്ര കണ്ട് വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായ ഒരു കേസാണ്. ആ കേസിൽ 2015 ഈ സംഭവം നടക്കുന്നു. 2018 വിചാരണ ആരംഭിക്കുന്ന ഘട്ടത്തിൽ വേണ്ടത് ശാസ്ത്രീയമായ തെളിവുകൾ കൃത്യമായി വേണ്ടതായിരുന്നു, കൃത്യമായ മൊഴികൾ വേണ്ടതായിരുന്നു, ഈ പരിശോധനകളൊക്കെ നടത്തിയതിൻ്റെ വിവരങ്ങൾ വേണ്ടതായിരുന്നു. പക്ഷേ ആ പരിശോധന പോലും, കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധന പോലും നടത്താതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് എന്നത് ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ചയുടെ ഫലമാണ് ആ കേസിൽ ഉണ്ടായിരിക്കുന്ന വിധി എന്നതുമാണ് ഉമേഷ് നൽകുന്ന വിവരം. സ്വാഭാവികമായും അതുകൊണ്ട് കോൺഗ്രസ് UDF അത്തരം കേസുകളെ കൈകാര്യം ചെയ്തത് ആദ്യത്തെ കൊക്കൈൻ കേസാണ്. എന്നിട്ട് പോലും ഒരു സിനിമാ നടൻ ഉൾപ്പെട്ട
അപ്പോൾ ഏതൊക്കെ ശൃംഖലയിലേക്ക് ഏതൊക്കെ ശ്രേണിയിലേക്ക് ആ കേസിൻ്റെ വ്യാപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ആഴം പോലും പരിശോധിക്കാൻ ആദ്യഘട്ടം മുതൽ വരുത്തിയ വീഴ്ച കൊണ്ടുണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സ്വാഭാവികമായും പിന്നീടുള്ള കേസുകൾ ഏതു വിധത്തിലൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക, എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് UDF സർക്കാർ അതിനെ കൈകാര്യം ഉള്ളത് എന്നതാണ് അതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. ഉമേഷാണ് ഈ വാർത്തയിൽ കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.